ഇന്നത്തെ ഈ പരിപാടി എത്തിയിരിക്കുന്ന റിസോഴ്സ് ആനന്ദി സാർ, രാജീവ് സാർ, ജയൻ സാർ, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ പരിപാടിയിൽ ഓഡിയൻസ് കുറഞ്ഞു പോയെങ്കിൽ ഖേദകരമായ ഒരു കാര്യമാണ്. ഈ ഓഡിറ്റോറിയം ഉണ്ടാകേണ്ടതായിരുന്നു ഇന്നത്തെ ഈ പരിപാടി. ഇന്നത്തെ പരിപാടിയുടെ പേര് കുടിയേരി പദ്ധതി എന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ കുടിയേരി പദ്ധതി ഞങ്ങളെ പോലുള്ള സിസ്റ്റേഴ്സിന് നല്ല പരിചയം. കാരണം ഞങ്ങളുടെ CMC സഭ സ്ഥാപിച്ച ചാവറമില്ലാതെ ആരംഭിച്ചതാണ് കുടിയേരി പദ്ധതി. എന്താണ് കുടിയേരി പദ്ധതി എന്ന് പറയുന്നത്? കുടിയേരി പദ്ധതി എന്ന് വെച്ചാൽ ആദ്യകാലങ്ങളിൽ പട്ടിണി നിലകൊള്ളുന്ന സമയത്ത് വയറ് നിറച്ച് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ ആൾക്കാർ കുടുംബങ്ങളെ വിഷമിക്കുന്നത് മനസ്സിലാക്കിയിട്ട് പിതാവ് ചെയ്ത കാര്യം വീട് വീടാണ് നടന്ന് കുടിയേരി ശേഖരിക്കും. അതായത് ഒരു ദിവസം ഒരു പിടിയായി മാറ്റി. എല്ലാവരോടും പറയും ഒരു ദിവസം ഒരു പിടിയായി മാറ്റി. അപ്പോൾ അവരെ സംബന്ധിച്ച് അരി വാങ്ങിക്കാൻ കഴിയുന്നവരെ സംബന്ധിച്ച് അത് അത്ര പ്രശ്നമുള്ള കാര്യം. അങ്ങനെ പല പിടിയേരികളെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു സഞ്ചി അരിയാക്കി മാറും. ഇങ്ങനെ ശേഖരിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ ഈ വീടുകളിൽ നിന്ന് ഈ പിടിയേരി അവർ മാറ്റി വെച്ചത് ശേഖരിച്ച് അങ്ങനെ അത് ഇല്ലാത്തതുമായി മാറ്റും. അത് ഞങ്ങളുടെ പള്ളികളിൽ ഇപ്പോഴും നടക്കുന്നത് പിടിയേരി പദ്ധതി എന്ന് പറയുന്ന കുട്ടികൾ, ഈ ആൺകുട്ടികൾ 10-12 വയസ്സുള്ള കുട്ടികളൊക്കെ എല്ലാ ശനിയാഴ്ച എൻ്റെ ചെറുപ്പത്തിലെ എല്ലാ ശനിയാഴ്ചയും പിടിയേരി കളിക്കും. ഈ അരി അവർക്ക് കൊടുക്കും. അങ്ങനെ അത് ശേഖരിച്ച് വലിയ സാധനം തന്നെ. എന്നിട്ട് പാവപ്പെട്ടവരെ ഭക്ഷണം കഴിക്കാനില്ലാത്തവർക്കൊക്കെ ഈ അരി നമ്മൾ കൊടുക്കും. അങ്ങനെ ഒരു പദ്ധതി അന്ന് തുടങ്ങിയതാണ്. ഇന്ന് സാറ് ആ പദ്ധതിയിൽ തന്നെ ഇന്നത്തെ കാലത്തിന് അനുയോജ്യമായി ചെറുതായിട്ട് മാറ്റി വരുത്തിയിട്ട് ആവശ്യത്തിനിരിക്കുന്നവരെ സഹായിക്കും. പ്രത്യേകിച്ച് സ്പോർട്സിൽ എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് വളരെ ഭംഗിയായിട്ട് ചീഫ് സാറ് ഈ സെഷനിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. നിങ്ങൾ ഓരോരുത്തരും സ്പോർട്സുകാരല്ല, എല്ലാവരും നമ്മുടെ കോളേജിലെ എല്ലാവരും കേൾക്കുന്നതാണ്. എല്ലാവരും വിചാരിച്ചാൽ ഈ സംരംഭത്തെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു വലിയ കാര്യമായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കും. നിങ്ങളിത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൈമാറണം. അങ്ങനെ ഒരു വലിയ പദ്ധതിയായിട്ട് ഇതിനെ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം എല്ലാവിധ ആശംസകളും ചേർന്നുകൊണ്ട് രാജീവ് സാർ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, എൻ്റെ സുഹൃത്തും ശിഷ്യനുമായ അതേപോലെ തന്നെ ഏകദേശം 2-2.5 വർഷമായിട്ട് സ്റ്റീഫനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ടാലന്റ് ഫുട്ബോൾ അക്കാദമി കഴിഞ്ഞ 20 കൊല്ലമായിട്ടുള്ള ലോകത്തിൻ്റെ ഓരോ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്ത് ഇതേപോലെ മോട്ടിവേഷൻ ബോക്സിൽ കൂടിയാണ് ആദ്യം നടന്നത്. അതിനുശേഷം 20ാം വാർഷികമാണ്. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള പ്രചരണമുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റൂ എന്നുള്ള ഈ പുതിയ കാലഘട്ടത്തിൽ മെഴ്സി കോളേജ് പോലെയുള്ള വളരെ പുരാതനമായ, ഞാനിപ്പോൾ സുഹൃത്തുക്കൾ പറയുന്നത് മെഴ്സി കുട്ടൻ തുടങ്ങി നിരവധി അദ്ദേഹത്തിന് ജന്മം നൽകിയ ഈ മണ്ണിൽ, അത് പാലക്കാടിൻ്റെ മെഴ്സി കോളേജ്, അതേപോലെ സാറിനെ ഓർമ്മ, അതേപോലെ നിരവധി വർഷങ്ങൾ ഇവിടെ പ്രേരിക്കുന്ന ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ കോച്ചിങ് വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഈ കോളേജിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ബോക്സ് നൽകുവാനും വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ സ്റ്റീഫൻ കല്യാണങ്ങളിലെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. അതേപോലെ ഇതിലേക്ക് ഞങ്ങൾ മറ്റൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഓൾ ഇന്ത്യ കോച്ചസ് കോൺഫറൻസിൻ്റെ കോൺക്ലേവ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ദിവസം ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമും കംപ്ലീറ്റ് വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. നിങ്ങൾക്കും അത് കിട്ടും. ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച്, കംപ്ലീറ്റ് കോച്ചിങ് സ്റ്റാഫും അതുപോലെ മറ്റുള്ള നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കോച്ചിൻ്റെയൊക്കെ അവിടെ
സ്പർശനമാക്കിക്കൂടെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കാൻ ഇങ്ങനൊരു സംരംഭത്തിന് ഇതിനൊരു നേതൃത്വം കൊടുക്കുന്ന സ്ത്രീകൾ ആന്റണി എല്ലാവരും കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ക്ലാസ് സ്റ്റീഫൻ ആന്റണി സാറെ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. മൈക്ക് വേണോ? അതാണ് എൻ്റെ പേര്. സിസ്റ്റർ പറഞ്ഞു, രാജീവ് സാറ് പറഞ്ഞു, സ്റ്റീഫൻ ആൻ്റണി കല്ലറയ്ക്കൽ. ഞാൻ ബേസിക്കലി ഒരു മുണ്ടക്കയംകാരനാണ്. ഒരു 30ഓളം വർഷം ഞാൻ ഡൽഹിയിലായിരുന്നു. നിലവിൽ ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഒരു കാർഗോ കമ്പനിയുടെ ഇൻ്റർനാഷണൽ ഫോർവേഡിംഗ് കമ്പനിയുടെ കേരള ഹെഡായി ജോലി ചെയ്യുകയാണ്. എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്താൾ സാറ സ്റ്റീഫൻ, അവൾ MSW കഴിഞ്ഞ് UK-ലാണ്. രണ്ടാമത്തെ ആൾ ട്രീസ സ്റ്റീഫൻ, അവൾ MSc കഴിഞ്ഞ് ഫ്രാൻസിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറഞ്ഞത് അവരുടെ ഇത് പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ആ PhD സ്റ്റുഡൻറ്റ് സ്വന്തമായി നേടിയെടുത്തതാണ്. അതിനകത്ത് എൻ്റെ സപ്പോർട്ടൊന്നുമില്ല. അതായത് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കണ്ടെത്തി പരീക്ഷ എഴുതി നേടിയെടുത്തതാണ് സ്കോളർഷിപ്പോട് കൂടിയ PhD ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നിലുള്ളൊരു അവസരമാണത്. അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നില്ലല്ലോ അല്ലേ? പറഞ്ഞു വരുന്നേ ഉള്ളൂ. ആദ്യമായിട്ട് ഇവിടെ ഒരു ലെന മോൾ എന്ന് പറഞ്ഞ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ലെന, LENA, ലെന മോൾ പേരുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഓടി വാ, സ്റ്റേജ് വാ. അവിടെ ഇതെൻ്റെ സുഹൃത്തിൻ്റെ മോളാണ്. ഇങ്ങനെ ഒരാളിവിടെ പഠിക്കുന്നു എന്ന് ഞാനിവിടെ വന്നു കഴിഞ്ഞാണ് അറിഞ്ഞത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിഷയമാണ്. താങ്ക് യു മനി. ഓക്കെ ബൈ. അപ്പോൾ ഇതൊരു ചെറിയ സന്തോഷമായില്ലേ? സർപ്രൈസ് സന്തോഷം. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളെല്ലാവരും സ്പോർട്സുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പഠിക്കുന്ന കുട്ടികളാണോ? എല്ലാവരും? പുറത്തുള്ളവരുമുണ്ട്. നോ വറീസ്. നിങ്ങൾക്ക് പഠിക്കുമ്പം അല്ലെങ്കിൽ സ്പോർട്സിൽ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുമ്പം എല്ലാ പ്രാവശ്യവും സക്സസ് കിട്ടാറുണ്ടോ? ഉണ്ടോ? പരാജയങ്ങൾ വരാറില്ലേ? ഉണ്ടോ ഇല്ല? യെസ് ഓർ നോ? എത്ര പ്രാവശ്യം വരെ നിങ്ങൾക്ക് പരാജയത്തെ നേരിടാൻ പറ്റും? പരാജയത്തെ പേടിയുള്ള എത്ര ആൾക്കാരുണ്ട് ഇവിടെ? തോൽവി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് കൈയും കാലം വിറയ്ക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? എല്ലാവരും സ്ട്രോങ് ആണ് അല്ലേ? ജാസി റാണികളാണ് അല്ലേ? അതായത് എത്ര പ്രാവശ്യം വരെ നമുക്ക് തോൽക്കാൻ പറ്റും ഒരു ജയത്തിനായി? ജയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളും ഒന്നും സർവേ തരില്ല. നമ്മളത് നേടാൻ തയ്യാറാവണം, അതിന് പരിശ്രമിക്കുന്നവരാവണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ജയം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? പരാജയങ്ങൾ ഉണ്ടാവണം നമ്മുടെ മുന്നിൽ. പരാജയങ്ങൾ ഉണ്ടാവണം, എങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ ഗ്രഹിക്കാൻ പറ്റുക. നിങ്ങൾ എത്രയും കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശ്രമിക്കുമോ അത്രയും കൂടുതൽ നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് കൂടും, ഫിസിക്കൽ സ്ട്രെങ്ത് കൂടും. നമ്മൾ പെട്ടെന്ന് നമുക്ക് ഒരു വിഷമം വന്നാൽ അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തെ പറ്റി പേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യില്ലേ? നമ്മൾ നെർവസ് ആയി പോകും അല്ലേ? നമ്മുടെ ബോഡി മൊത്തം നമുക്കൊരു എനർജി ഇല്ലാത്ത പോലെ ആയിപ്പോവും. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഞാനിതിനെ തരണം ചെയ്യും, ഞാനിതിനെ മറികടക്കും. ഇതിലും വലിയ മറ്റേ ഇന്നസെൻ്റ് പറഞ്ഞൊരു ഡയലോഗില്ലേ, ഇതിലും വലിയ ചാടിക്കടന്നവനാണ് KK ജോസഫ് അല്ലല്ലേ പറയാ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ചാടിക്കടക്കാൻ പറ്റണം. എത്ര വലിയ ആണെങ്കിലും നമ്മളുടെ മുന്നിൽ നമുക്ക് നേടാൻ പറ്റാത്തതായി ഒന്നുമില്ല. ഓരോ കാര്യങ്ങളും നമുക്ക് നേടാൻ പറ്റും. നിങ്ങളെ തോൽപ്പിക്കുക ആരാണെന്നറിയോ? ആരാണ്? നിങ്ങൾ തന്നെയാണ്. വേറൊരാൾക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. നിങ്ങളൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഞാനിത് നേടിയേ അടങ്ങൂ, എനിക്കിത് ചെയ്തേ മതിയാവൂ എന്ന് നിങ്ങൾ ഉറച്ചു തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്കും പറ്റില്ല. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇവരെ പോലുള്ള റോൾ മോഡലുകൾ നിങ്ങളുടെ മാർഗദർശികളായിരിക്കണം. അവർ വന്ന വഴികൾ, അവർ നേരിട്ട മാർഗങ്ങൾ, അവർ ഫൈറ്റ് ചെയ്ത രീതി, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ചെയ്യണം, സ്വീകരിക്കണം. എങ്കിൽ മാത്രമാണ് ഈസി ആയിട്ട് മുന്നോട്ട് പോവുക. നമുക്കൊരു ആവറേജ് ലൈഫ് മതിയെങ്കിൽ ഉണ്ടല്ലോ
ഒത്തിരി കഷ്ടപ്പെടേണ്ടെന്ന് കാര്യമില്ല, ഒരു ആവറേജ് ലൈഫ് മതിയെങ്കിൽ. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ നിങ്ങൾ അതിന് വില കൊടുക്കാൻ തയ്യാറാവുന്നവരാണോ? നിങ്ങൾ വില കൊടുക്കാൻ തയ്യാറാണോ? ചെറിയൊരു കഥയും കൂടെ പറയാം ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ്. നിങ്ങൾ വിശപ്പുള്ളവരാണോ? ഹലോ, ഉറപ്പാണോ? പിന്നെ മാറ്റി പറയല്ലേ? ഉറപ്പാണ് നിങ്ങൾക്ക് വിശപ്പുണ്ട്? ഓക്കെ. ഈ മേഴ്സി കോളേജിൽ ഒരുക്കി വെച്ചിരിക്കുന്ന, അല്ല ഈ മേഴ്സി കോളേജിനെ പറ്റിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. മഹാരാജ അക്ബറിനെ കേട്ടിട്ടില്ല? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കാത്തൊരു ആരെങ്കിലും ഉണ്ടോ? ഇല്ല. മഹാരാജ അക്ബറിന് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഒരു മഹേഷ് എന്ന പേരുള്ള ഒരു മന്ത്രി ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തെ പറ്റിയിട്ട്? അദ്ദേഹം അറിയപ്പെടുന്നത് ബീർബൽ എന്ന പേരിലാണ്. അപ്പോൾ കേട്ടിട്ടില്ലേ? ബീർബൽ അക്ബർ കഥകൾ കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം, കാരണം ചിത്രകഥകളിലും ബാലരമകളിലും ഒക്കെ നമ്മളിത് വായിച്ചിട്ടുണ്ട്. ഒരിക്കൽ മഹാരാജാവ് അക്ബർ ബീർബലിനെ ഡിന്നറിന് വിളിക്കുകയാണ്. നാളെ വൈകുന്നേരം താങ്കളുടെ ഡിന്നർ അത്താഴം എൻ്റെ കൂടെയാണ്. ബീർബലിന് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? മഹാരാജാവാണ് വിളിക്കുന്നത് അല്ലേ, പോകാതിരിക്കാൻ പറ്റില്ല. പോയി. അവിടെ ചെന്നപ്പോൾ രാജകൊട്ടാരത്തിലെ അത്താഴമാണ്. വലിയ തീൻമേശയിൽ 100 കണക്കിന് വിഭവങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്. എന്നിട്ട് രാജാവ് ചോദിക്കുകയാണ്, ബീർബൽ നമ്മൾ തുടങ്ങിയാലോ? അപ്പോൾ ബീർബൽ പറയാണ്, അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായനെ. അപ്പോൾ രാജാവിൻ്റെ കിളി പോയി. കാരണം 100 കണക്കിന് വിഭവങ്ങളാണ് ഒരുക്കി വെച്ചേക്കുന്നത്. അവിടെയാണ് ബീർബൽ പറയുന്നത്, അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായനെ. രാജാവിന് ചോദിക്കാൻ പറ്റുമോ എന്താ ഇല്ലാത്തെന്ന്? രാജാവ് ഭൃത്യന്മാരോട് പറഞ്ഞു, നിങ്ങളൊന്ന് അന്വേഷിക്കേ, ഇവിടെ എന്താ കുറവുള്ളത്. ഭൃത്യന്മാർ അവിടെ വന്ന് അന്വേഷിച്ച് നോക്കി. അവർക്ക് മനസ്സിലായ 4-5 ഐറ്റം ആഡ് ചെയ്തു. അതിനുശേഷം രാജാവ് ചോദിച്ചു. അപ്പോൾ ബീർബൽ വീണ്ടും പറഞ്ഞു, മഹാരാജ് അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായത്. അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജാവ് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇനി എന്താണ് ഇവിടെ ഇല്ലാത്തത്?